വിജയ ശതമാനത്തിൽ ചേർത്തല ഉപജില്ലയിൽ വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനത്ത്. മെയ് 29-ന് വിജയികൾക്ക് ആദരവ് നൽകും. അനശ്വരനായ ശ്രീ വയലാർ രാമവർമ്മയുടെ നാമധേയത്തിലുള്ള ശ്രീ വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഗവൺമെന്റ് HSS വിജയകുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2024 മാർച്ചിൽ നടന്ന പൊതുപരീക്ഷയിൽ SSLC 100% കുട്ടികളും വിജയിച്ചു കഴിഞ്ഞു. അവിടെ 7 A+ കരസ്ഥമാക്കിയിട്ടുണ്ടായി കുട്ടികൾ. കൂടാതെ 9 A+ 4 കുട്ടികൾ കരസ്ഥമാക്കി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വയലാർ രാമവർമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 9 A+ നമ്മുടെ കുട്ടികൾ കരസ്ഥമാക്കി. സംസ്ഥാന തലത്തിൽ വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഗവൺമെന്റ് HSSന് 35ാം സ്ഥാനമാണ്. കൂടാതെ 90% മുകളിൽ വിജയം നേടിയ 13 കുട്ടികളും നമ്മുടെ ഈ വിജയത്തിൽ ഉൾപ്പെടും. ഇപ്പൊ സംസ്ഥാന തലത്തിൽ തന്നെ ഈ വിജയ ശതമാനം കുറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഈ വർഷം. എന്നിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഈ വിജയം നേടാൻ കഴിഞ്ഞത് PTA പിന്തുണ, അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ പിന്തുണ, സർവോപരി രക്ഷിതാക്കളും നമ്മുടെ മിടുക്കരായ കുട്ടികളെല്ലാം മാർക്ക് വാങ്ങണം, വിജയ ശതമാനം ഉയർത്തണം എന്ന ഒറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ്. സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഗവൺമെന്റ് HSS. SSLC പരീക്ഷയിൽ തുടർച്ചയായ 6ാം തവണയും 100% വിജയവും 7 ഫുൾ A+ഉം 4 9 A+ഉം ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സയൻസ് വിഭാഗത്തിൽ 96%, കൊമേഴ്സ് വിഭാഗത്തിൽ 91.5% വിജയവുമായി സംസ്ഥാനത്തെ 860 ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 35ാം സ്ഥാനത്തും ആലപ്പുഴ ജില്ലയിൽ 5ാം സ്ഥാനത്തും ചേർത്തല ഉപജില്ലയിൽ 2ാം സ്ഥാനത്തുമാണ് സ്കൂൾ. മെയ് 29 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന അനുമോദന സമ്മേളനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്യും. വയലാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും. 29-ാം തീയതിയാണ് ടീച്ചർ പറഞ്ഞ പോലെ ഒരു അനുമോദന സമ്മേളനം ഞങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ എല്ലാ സ്കൂളുകളിലും അല്ലെങ്കിൽ മറ്റ് സംഘടനകളൊക്കെ തന്നെ ഫുൾ A+ വാങ്ങിയ കുട്ടികളെയാണ് സാധാരണ അനുമോദിക്കാറുള്ളത്. പക്ഷെ ഞങ്ങൾ തികച്ചും വ്യത്യസ്തമായി അവിടെ പരീക്ഷ എഴുതി വിജയിച്ച മുഴുവൻ കുട്ടികളെയും വിളിച്ച് ഞങ്ങളൊരു അനുമോദനം കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിനോട് പങ്കെടുത്ത അവരുടെ രക്ഷകർത്താക്കളെയും ഒക്കെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികളുടെയൊക്കെ സാന്നിധ്യത്തിൽ കുട്ടികൾക്കൊരു അനുമോദനം കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ അന്നത്തെ ദിവസം തന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അന്നത്തെ ദിവസം തന്നെ മുഴുവൻ കുട്ടികൾക്കും 10ാം ക്ലാസ്സിലെയും ഹയർ സെക്കൻഡറിയിലെയും പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികൾക്കും അന്നേ ദിവസം TCയും കോൺടാക്ട് സർട്ടിഫിക്കറ്റും കൂടി അവിടെ വെച്ച് വിതരണം നടത്തുകയാണ്. കാരണം കുട്ടികൾ അലഞ്ഞു നടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് ഹയർ സ്റ്റഡീസിന് പോകുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സംരംഭം കൂടി അവിടെ വെച്ച് ഞങ്ങൾ നിർവഹിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ എല്ലാവരെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ മുഴുവൻ സഹകരണവും അന്നത്തെ പരിപാടിയിൽ ഉണ്ടാകണം എന്ന് മാത്രമാണ് PTA പ്രസിഡന്റ് നിങ്ങളോട് പറയാനുള്ളത്. ചരിത്രത്തിൽ ഇത്രയും മികച്ച ഒരു വിജയം നേടിയെടുക്കാനായതിൽ പ്രിൻസിപ്പളും HMഉം PTAയും അധ്യാപകരും രക്ഷിതാക്കളും ഒരുമിച്ച് ചേർന്ന കൂട്ടായ ഒരു പ്രവർത്തനമുണ്ട്. 1200-ൽ 1189 മാർക്ക് നേടി നന്ദ S ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽപ്പെട്ട കുട്ടികൾ വന്ന് പഠിക്കുന്ന ഈ സ്കൂളിൽ യാതൊരു പാർശ്വവൽക്കരണവുമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് ഞങ്ങളുടെ ഈ വിജയത്തിന് പിന്നിൽ. അതോടൊപ്പം കൂട്ടായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സ്റ്റാഫും PTAയും തന്നെ അവരുടെ അനന്തമായ അഗാധമായ പ്രവർത്തനം ഇതിന്റെ പിന്നിലുണ്ട്. നമ്മുടെ വയലാർ ഗ്രാമപഞ്ചായത്തിലെ കുട്ടികൾ തന്നെയാണ് അവിടെ പഠിക്കുന്നത്. മത്സ്യമേഖലയിലും അതുപോലെ തന്നെ കയർ മേഖലയിലും അതുപോലെ മറ്റിതര തൊഴിൽ മേഖലയിലും പണിയെടുക്കുന്ന സാധാരണക്കാരുടെ മക്കളാണ് നമ്മുടെ സ്കൂളിനെ വിശ്വസിച്ച് സ്കൂളിലേക്ക് അയക്കുന്നത്. അവരുടെ ആ ഒരു അർപ്പണ മനോഭാവത്തിനും രക്ഷിതാക്കളുടെ ആ പിന്തുണയും കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി തലത്തിലും ഈ ഒരു വിജയം 94% നേടി
ജില്ലയിൽ തന്നെ 4ാം സ്ഥാനവും ചേർത്തല ഉപജില്ലയിൽ തന്നെ 2ാം സ്ഥാനത്ത് എത്തുവാൻ കഴിഞ്ഞതും ഇത്തരം കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ഞങ്ങൾ ഈ ഒരു റിസൾട്ടിൽ, ഈ ഒരു മികച്ച വിജയത്തിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു അനുമോദന യോഗം സംഘടിപ്പിക്കുവാൻ സാധിച്ചത്. പ്രവേശനോത്സവം നടക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള മുഴുവൻ മാനദണ്ഡങ്ങളും പാലിപ്പിച്ചുകൊണ്ട് സ്കൂൾ ക്ലീനിങ്, ടാങ്ക് ക്ലീനിങ്, വൃത്തിയാക്കലുകൾ, സുരക്ഷിതമായി എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് PTA സഹായത്തോടെ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ പ്രവേശനോത്സവം ഭംഗിയായി നടത്തുകയാണ്. അതിലേക്കായി മുഴുവൻ കുട്ടികളെയും സ്വാഗതം ചെയ്യുക.